നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. എന്താണ് ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റ്? ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സലിൽ ഡേറ്റ എൻട്രീസ് ഹെൽപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കമ്പനിയുടെ എംപ്ലോയീസ് ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം എംപ്ലോയി കോഡ്, എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, ഗ്രോസ് സാലറി. എനിക്കിവിടെ ഓരോ എംപ്ലോയീസിൻ്റെയും കോഡ് ഇവിടെ ലിസ്റ്റാക്കി എടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഡേറ്റ വാലിഡേഷൻ വെച്ച് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ടാബിൽ ഡേറ്റ ടാബ് എടുക്കുക, അവിടെ ഡേറ്റ വാലിഡേഷൻ എടുക്കുക. ഇവിടെ എനി വാല്യൂ കിടക്കുന്നിടത്ത് ലിസ്റ്റാക്കി കൊടുക്കുക. സോഴ്സിൻ്റെ അവിടെ നമുക്കിപ്പം ഏത് ഡേറ്റയാണോ ലിസ്റ്റ് ആക്കേണ്ടത് ആ ഡേറ്റ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇപ്പം ഇവിടെ നോക്കിയാൽ അറിയാം ഓരോ എംപ്ലോയീസിൻ്റെ കോഡ് നമുക്കിവിടെ ലിസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ എംപ്ലോയീസ് കോഡ് വെച്ചിട്ട് ഈ ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റ് വെച്ച് എങ്ങനെയാണ് VLOOKUP അസിസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, ഗ്രോസ് സാലറിക്ക് ഒന്ന് VLOOKUP ചെയ്തെടുക്കുവാണ്. VLOOKUP ഈസ് ഈക്വൽ ടു VLOOKUP. ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എംപ്ലോയി കോഡ്, കോമ, ടേബിൾ അറേ. നമ്മുടെ എംപ്ലോയി നെയിം നടക്കുന്ന ഈ ടേബിൾ രണ്ടാമത്തെ കോളത്തിലായതുകൊണ്ട് കോൾ ഇൻഡെക്സ് നമ്പർ 2. പിന്നെ റേഞ്ച് ലുക്കപ്പ് എന്ന് പറയുന്നത് ഫോൾസ് എക്സാക്റ്റ് വാല്യൂ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ എംപ്ലോയി നെയിം വന്നിട്ടുണ്ട്. ഇനി ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, ഗ്രോസ് സാലറി അത് ഈ VLOOKUP ആക്കാനായിട്ട് ഞാൻ ഇവിടെ ഡ്രാഗ് ചെയ്തിടുവാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഫോർമുല ബാറിൽ ചെന്നിട്ട് ഈ ഫോർമുലാസ് ഞാൻ അബ്സൊല്യൂട്ട് ആക്കുവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് F4 കീ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ F4 കീ യൂസ് ചെയ്ത് അബ്സൊല്യൂട്ട് ആക്കുവാണ്. ഇനി ഇവിടെ ഡെസിഗ്നേഷൻ്റെ അവിടുത്തെ കോൾ ഇൻഡെക്സ് നമ്പർ നമുക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞ ടേബിളിൽ മൂന്നാമത്തെ കോളത്തിലാണ്, നമുക്ക് കോൾ ഇൻഡെക്സ് നമ്പർ 3 ആക്കാം. ഇനി അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ്, നമുക്ക് 4 ആക്കാം. ഞാനിപ്പോൾ ബാക്കി എല്ലാത്തിൻ്റെയും കോൾ ഇൻഡെക്സ് നമ്പർ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം A45 ആണെന്നുള്ള എംപ്ലോയി കോഡിൽ എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, ഗ്രോസ് സാലറി നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഈ എംപ്ലോയി കോഡ് മാറ്റി കൊടുക്കുവാണ്. ഇവിടെ ഞാൻ എംപ്ലോയി കോഡ് മാറ്റി കൊടുത്തപ്പം ആ എംപ്ലോയി കോഡിലുള്ള ആളുടെ നെയിം, ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, ഗ്രോസ് സാലറി ഇതുപോലെ നമുക്ക് ഡേറ്റ എൻട്രീനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിച്ചത് ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എങ്ങനെയാണ് എടുക്കുന്നത്, അത് എങ്ങനെയാണ് VLOOKUPനെ അസിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.